ഗുരുപവനപുരി. ഗുരുവായൂരിൽ ഇല്ലം നിറ. ആദ്യം കൊയ്തെടുത്ത നെല്ല് ഭഗവാന് സമർപ്പിച്ച കർഷകർ. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തിരി ചടങ്ങ് ഈ മാസം 28-ന്. നേതാജി സ്മരണയിൽ രാജ്യം. സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന പോരാട്ട വീര്യത്തിന്റെ സ്മരണ പുതുക്കി ഭാരതം. നേതാജിയുടെ വാക്കുകൾ ഇന്നും ദേശസ്നേഹികളിൽ നിറഞ്ഞു നിൽക്കുന്നു. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ വ്യാപക പ്രതിഷേധം. പ്രയാഗ്രാജിൽ ഡോക്ടർമാരും സാധാരണക്കാരും ഒരുമിച്ച് തെരുവിലിറങ്ങി. കേസിൽ നീതിയും ശിക്ഷയും ആവശ്യപ്പെട്ട് മെഴുകുതിരി കത്തിച്ചായിരുന്നു പ്രതിഷേധം. വീണ്ടും വിവാദമായി മമതാ ബാനർജിയുടെ ബലാത്സംഗ പരാമർശം. ബലാത്സംഗ കേസുകൾ വർദ്ധിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ സ്വതന്ത്രമായി ഇടപഴകുന്നു എന്നതായിരുന്നു പരാമർശം. വിവാദമാകുന്നത് 2012-ലെ പ്രസ്താവന. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് നിർഭയയുടെ അമ്മ ആശാദേവി. കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മമത പരാജയപ്പെട്ടു എന്നും ആശാദേവി. മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന വിമർശനം. മമതാ സർക്കാർ എന്താണ് മറയ്ക്കാൻ ശ്രമിച്ചതെന്ന് അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും രേഖ ശർമ്മ. ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യയിൽ പ്രതിഷേധം കനക്കുന്നു. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ സിറ്റിയിൽ സേവ് ബംഗ്ലാദേശി ഹിന്ദു ക്യാമ്പയിൻ നടത്തി. ബംഗ്ലാദേശി ഹിന്ദു കമ്മ്യൂണിറ്റി ബ്രിസ്ബനും VHP, HCA, HSS എന്നീ സംഘടനകളും ചേർന്നായിരുന്നു ക്യാമ്പയിൻ. ആഫ്രിക്കയിൽ പടരുന്ന മങ്കിപോക്സ് രോഗം അടുത്ത ആഗോള മഹാമാരിയായേക്കുമെന്ന് സൂചന. മങ്കിപോക്സിന്റെ അതിവേഗം പടരുന്ന പുതിയ വകഭേദമായ ക്ലേഡ് IB പാകിസ്ഥാനിലും സ്ഥിരീകരിച്ചു. സ്വീഡനിലും രോഗബാധ റിപ്പോർട്ട്. രോഗവ്യാപനം കണക്കിലെടുത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. വയനാട് ഉരുൾപൊട്ടലിൽ ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി. DNA ഫലം കിട്ടിത്തുടങ്ങിയതോടെയാണ് കാണാതായവരുടെ എണ്ണം കുറഞ്ഞത്. നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം 128 പേരെയായിരുന്നു കണ്ടെത്താനുണ്ടായിരുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പാ ബാധ്യതകൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം തിങ്കളാഴ്ച ചേരും. നിർണായക യോഗം തിരുവനന്തപുരത്ത്. ദുരിതബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. റീബിൽഡ് വയനാടിനായി പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ മാനദണ്ഡം സാരമായി ബാധിക്കുമെന്ന് സംഘടനകൾ. ഉത്തരവ് പുനഃപരിശോധന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൈമാറി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ടി സിദ്ദിഖ് MLA. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കൂടി കണക്കിലെടുത്ത് പുനരധിവാസം നടപ്പിലാക്കണം. അപകട സാധ്യതാ മേഖലകളിൽ കർശന നടപടികൾ അനിവാര്യമെന്നും ടി സിദ്ദിഖ് MLA ജനം TVയോട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി തൃശൂരിലെ ആന ഫാൻസും. വയനാട്ടിലെ ജനങ്ങൾക്കായി സംഭാവന നൽകി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മ. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാടിന് കൈത്താങ്ങായി വാട്സപ്പ് ഗ്രൂപ്പുകളും. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വാട്സപ്പ് ഗ്രൂപ്പാണ് വയനാടിന് സഹായവുമായി എത്തിയത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും വയനാട്ടിനായി ഈ വാട്സപ്പ് കൂട്ടായ്മ നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ്. കൊമ്പൻ മേഖലയിൽ കേരള തമിഴ്നാടിന് മുകളിലായി ന്യൂനമർദ്ദ പാത്തി. DGP-ആയി സ്ഥാനക്കയറ്റം ലഭിച്ച യോഗേഷ് കുമാർ ഗുപ്തയും കേരളം വിട്ടേക്കും. കേന്ദ്ര ഡെപ്യൂട്ടേഷനായി അപേക്ഷ നൽകി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്കാണ് അപേക്ഷിച്ചത്. ഇതുവരെ കേരളം വിട്ടത് 32 IPS-കാർ. വെള്ളായണി സർക്കാർ സ്പോർട്സ് സ്കൂളിൽ പട്ടികജാതി പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചതിൽ ഇടപെട്ട മന്ത്രി OR കേളു. മന്ത്രിയുടെ ഇടപെടൽ പട്ടികജാതി മോർച്ച വകുപ്പ് ഡയറക്ടറെ ഉപരോധിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച SC മോർച്ച നേതാക്കളും രക്ഷിതാക്കളും മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും.
ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലെ നവീകരണത്തിന് ഉതകുന്നതാകണം. ഒപ്പം വരും തലമുറയ്ക്ക് നിർഭയമായി പ്രവർത്തിക്കാൻ ഇത് പ്രയോജനപ്പെടും. ജനപ്രതിനിധി എന്ന നിലയിൽ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും സുരേഷ് ഗോപി. ശബരിമലയിലെ ഭസ്മക്കുളത്തിന്റെ സ്ഥാനം മാറുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പുതിയ സ്ഥാനം കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തിരുപ്പതി മോഡൽ ശബരിമലയിൽ നടപ്പിലാവില്ല. ഈ തീർത്ഥാടന കാലത്ത് സ്പോട്ട് ബുക്കിംഗ് തുടരുമെന്നും PS പ്രശാന്ത്. തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം കമ്പനിയിൽ തൊഴിലാളി സമരം. അനിശ്ചിതകാല സമരം ആരംഭിച്ച സംയുക്ത സമരസമിതി സമരം കരാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല എന്നാരോപിച്ചു. ഓട്ടോകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിച്ചതിൽ എതിർപ്പുമായി CITU സംസ്ഥാന ഘടകം. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU സംസ്ഥാന നേതൃത്വം ഗതാഗത കമ്മീഷണർക്ക് കത്ത് നൽകി. സംസ്ഥാന വ്യാപക പെർമിറ്റ് നൽകുന്നത് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നും CITU. ചലച്ചിത്ര സംവിധായകൻ വത്സൻ കണ്ണേത്ത് അന്തരിച്ചു. എറണാകുളം പുത്തൻകുരിശ് സ്വദേശിയാണ്. 73 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ച ISRO. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശില്പശാല ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം BSSCയിൽ ഡോക്ടർ ശ്രീനിവാസൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുക. 24 കോച്ചുള്ള വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾ 2026 ഓഗസ്റ്റിൽ പുറത്തിറങ്ങും. സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ചതായി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ സുബ്ബറാവു അറിയിച്ചു. 16 കോച്ചുള്ള 10 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി JP നദ്ദ. ആന്ധ്രാപ്രദേശിലെ നിലവിലെ വികസന പദ്ധതികൾ ചർച്ചയായി. പ്രധാനമന്ത്രി മോദിയുടെ വീക്ഷിത് ഭാരത് കാഴ്ചപ്പാടുമായി ചേർന്ന് ആന്ധ്രാപ്രദേശിനെ പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. മോശം കാലാവസ്ഥയെ തുടർന്ന് ഒമാനിലെ സലാല വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. സലാല മസ്കത്ത് വിമാനങ്ങൾ വൈകുമെന്ന് ഒമാൻ എയർ അറിയിച്ചു. എയർ തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും അധികൃതർ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും പാക് വംശജനുമായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറാമെന്ന് US അപ്പീൽ കോടതി. നടപടി 2008 മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളവയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന് ഭാരതം തെളിയിച്ചതിന് പിന്നാലെ. IT അനുബന്ധ സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 13,255 കോടി വരുമാനം രേഖപ്പെടുത്തി ടെക്നോപാർക്കിലെ കമ്പനികൾ. മുൻ വർഷത്തെ അപേക്ഷിച്ച് 14% വളർച്ച. കഴിഞ്ഞ സാമ്പത്തിക വർഷം സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ ടെക്നോപാർക്കിന്റെ മൊത്ത വരുമാനം 11,630 കോടി രൂപ. മുംബൈയിൽ വൻ ലഹരിവേട്ട. 4.83 കോടി രൂപ വിലമതിക്കുന്ന 482.66 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. ശരീരത്തിനുള്ളിൽ ഗുളിക രൂപത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കെനിയൻ സ്വദേശിയാണ് പിടിയിലായതെന്ന് കസ്റ്റംസ് അധികൃതർ. NIT സൗത്ത് ഇന്ത്യൻ മീഡിയ പുരസ്കാരങ്ങൾ ജനം TVക്ക്. മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരത്തിന് ഡൽഹി ബ്യൂറോ ചീഫ് ഗൗതം അനന്തനാരായണൻ അർഹനായി. മികച്ച വീഡിയോ ജേർണലിസ്റ്റ് പുരസ്കാരം ഡൽഹി ബ്യൂറോ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി K വാര്യർക്ക്. മികച്ച വീഡിയോ എഡിറ്റർക്കുള്ള അവാർഡ് ബിലാൽ ബിജുവും ഏറ്റുവാങ്ങി. യോഗാസന എറണാകുളവും പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 25-ന് നടക്കും. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലാണ് മത്സരം. ഗുസ്തിയിൽ നിന്നുള്ള വിരമിക്കൽ പിൻവലിക്കുമെന്ന സൂചന നൽകി വിനേഷ് ഫോഗട്ട്. ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്നതായിരുന്നു താരത്തിന്റെ പ്രതികരണം. ജന്മനാടായ ഹരിയാനയിലെ സ്വീകരണ ചടങ്ങിലാണ് വിനേഷിന്റെ പ്രതികരണം.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനും ആഴ്സണലിനും വിജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇപ്സ്വിച്ചിനെ ലിവർപൂൾ പരാജയപ്പെടുത്തിയത്. വോൾസിനെതിരായ ആഴ്സണലിന്റെ വിജയവും ഏകപക്ഷീയമായ 2 ഗോളിലാണ്. ലിവർപൂളിനായി ഡിയഗോ ജോട്ടയും മുഹമ്മദ് സലായും ഗോൾ നേടി. സൗദി സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി അൽ ഹിലാൽ. ഫൈനലിൽ അൽ നാസറിനെ തകർത്താണ് അൽ ഹിലാൽ കിരീട നേട്ടം കരസ്ഥമാക്കിയത്. 1-4 ഗോളിനായിരുന്നു അൽ ഹിലാലിന്റെ വിജയം.